പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഈ പ്രോഗ്രാമിലൂടെ അനേകം പേര് നമ്മളിലൂടെ കടന്നുപോയി. അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, ചിലരുടെ ജീവിതങ്ങൾ നമ്മളെ തന്നെ ചിന്തിപ്പിക്കുവാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നേ ദിവസം നമ്മളോടുകൂടി ഉള്ളത് ആലപ്പുഴ രൂപതയിലെ ഓമനപ്പുഴ ഇടവക്കാരനായ ആൻ്റണി എ എന്ന് പറയപ്പെടുന്ന ആൻ്റപ്പനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇതുവരെ കർത്താവ് ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഇതിലൂടെ നമുക്ക് വളരെയധികം ഇൻസ്പിറേഷൻ തരത്തക്ക രീതിയിൽ ഈ എപ്പിസോഡായി തീരുവാൻ ഇടയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയിലെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം കാണാറുണ്ടല്ലോ. അപ്പോൾ ആ പ്രോഗ്രാമിൽ അനേകം വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഞങ്ങൾ ആൻ്റപ്പനെയാണ് കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്. ആൻ്റപ്പൻ്റെ ജീവിതത്തിലെ കർത്താവ് ഇടപെട്ട കാര്യങ്ങളും കർത്താവിനോട് വിശ്വാസത്തിൻ്റെ അനുസരണം കാണിച്ചപ്പോൾ ഉണ്ടായ ഫലങ്ങളും അനേകർക്ക് സഹായകമാകാൻ തോന്നിയത് കൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം ആൻ്റപ്പനെ സ്വാഗതം ചെയ്യുന്നു. ഈശംശിക്കട്ടെ. ആൻ്റപ്പൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാമോ? കുടുംബത്തിൻ്റെ എൻ്റെ കുടുംബം, ഞാൻ, പിന്നെ എൻ്റെ മാതാപിതാക്കൾ, അപ്പച്ചനും അമ്മച്ചിയും, പിന്നെ 2 ചേട്ടന്മാർ, ഒരു അനിയൻ. ചേട്ടന്മാരുടെ അടുത്ത് തന്നെ ഉണ്ട്. അവർ മക്കളും കുടുംബമായിട്ട് താമസിക്കുന്ന. അനിയൻ ഗുജറാത്തിലാണ്. ഒരു 35-40 വർഷമായിട്ട് അവിടെ തന്നെ സെറ്റിൽഡാണ്. പിന്നെ ഞാനിവിടെ കുടുംബത്തിൽ ഇപ്പോൾ താമസിക്കുന്നു. 4 മക്കളാണ്. മൂത്ത മകനും അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ വയനാടായിരുന്നു. അവിടെ നിന്ന് അഗസ്റ്റീനിയൻ ഫാദറാണ്. 2ാമത്തത് മകനാണ്. മകൻ വിവാഹം കഴിച്ച് ഒരു കൊച്ചുണ്ട്. 3ാമത്തെ മകൻ അലക്സ്, അവനിപ്പോൾ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുണ്ട്. ഭാര്യ വീട്ടിലാണ്. അവിടെ ഒരു മകളുള്ളതുകൊണ്ട് അവിടെ മാത്രം അവിടെ താമസിക്കുന്നത്. പിന്നെ 4ാമത്തത് മോള് നമ്മൾ ഇവിടെ കുമരകത്ത് കെട്ടിച്ചു. പുള്ളി ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ ഭർത്താവും അതുപോലെ തന്നെ. അവർ രണ്ടുപേരും ഇപ്പോൾ കുവൈറ്റിലാണ്. അപ്പം അങ്ങനെ എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം കർത്താവ് തന്നു. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഇദ്ദേഹം എങ്ങനെയാണ് ഈ ആധ്യാത്മിക രംഗത്തേക്ക് വന്നത്? കൂടുതലായിട്ട് കസ്മാറ്റിക്കിലൊക്കെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സോണൽ കോർഡിനേറ്റർ ആയിരുന്നൊക്കെ. അപ്പോൾ അത് എന്നാണ് അതങ്ങനെ വരാനിടയായതും എൻ്റെ പശ്ചാത്തലം എന്ന് പറയാമോ? അത് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം. നമ്മൾ ഈ പറയുന്ന ദാരിദ്ര്യമല്ല, ശരിക്കും ഒരു 80-70കളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 63-ലാണ് ജനിച്ചത്. അപ്പോൾ ആ കാലയളവിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 നേരം ഭക്ഷണം കഴിക്കാനായിട്ട് സ്ഥിതി ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ 3ാമനാണ് ജനിച്ചത്. 4ാമനായിരുന്നു. 3ാമൻ മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പഠിത്തം നിർത്തേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ വീട്ടുകാർ തന്നെ, അന്നൊക്കെ ഈ വാലവേല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് വീടുകളിൽ ജോലിക്ക് വിട്ട് പിള്ളേരെ നോക്കാനും പശുവിനെ നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടിട്ട് ഞാനൊരു 4 വർഷത്തോളം അങ്ങനെ ഞാനിങ്ങനെ ഒരു അലഞ്ഞു തിരിഞ്ഞ ഒരു ജീവിതമായിരുന്നു. പക്ഷേ എന്നാലും ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിലൊരു കാരണം ഇതാണ്. ഞാനൊരു 5 വയസ്സുള്ളപ്പോഴത്തേക്ക് അമ്മച്ചി എന്നെ പള്ളിയിൽ കൊണ്ടുപോയി കുർബാനയ്ക്ക് നിർത്തിയപ്പോൾ ഞാനിങ്ങനെ കുർബാന ഉയർത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ നോട്ടം വേറെ എങ്ങോട്ട് നോക്കിപ്പോയി. അപ്പം അമ്മച്ചി എന്നെ വലിയൊരു പിച്ചെൻ്റെ ചന്തിക്കിട്ട് തന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വളരെ ആരോഗ്യമില്ലാത്തൊരു കുഞ്ഞാണ്. അപ്പോൾ ഈ അമ്മച്ചിയുടെ ഇത്രയും വലിയ പിച്ച് കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കണ്ണു നിറഞ്ഞുകൊണ്ട് അമ്മച്ചിയെ നോക്കി. പക്ഷേ അമ്മച്ചി നോക്കിയപ്പോൾ അമ്മച്ചി ഈശോ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈശോയെ ഇങ്ങനെ എന്തോ ഒരു ഭയങ്കര ഭാവത്തിൽ നോക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടായൊരു കാരണമാണ്. അതായത് അമ്മച്ചി ഇത്രയും വലിയൊരു പിച്ചെനിക്ക് തരണമെങ്കിൽ ഈശോ ഭയങ്കര വലിയ ആളായിരിക്കും. അപ്പോൾ അന്ന് പോലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധ കുർബാനയുള്ള ഒരു ഭക്തിയും സ്നേഹവും ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞാൻ എപ്പോൾ കുർബാനയ്ക്ക് പോയാലും ആ ഒരു ഈശോ ഉയർത്തുന്ന സമയത്ത് ഞാൻ വളരെ കാര്യമായിട്ട് അങ്ങനെ ചെയ്യുവാണ്. പക്ഷേ എനിക്ക് അറിവൊന്നുമില്ല. അതിനുശേഷം ഞാൻ എവിടെ പോയാലും കുർബാന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോകുമായിരുന്നു. എവിടെയാണെങ്കിലും അതിന് കൊച്ചാണെന്ന സമയത്ത് പോലും. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആരോഗ്യം പണ്ടേ ഇല്ല.
പിന്നെ രോഗിയായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. അതുകൊണ്ട് സർവ്വ ജോലിക്കും പോയി. അവസാനം പിന്നെ കടപ്പുറം ജോലിയാണ് ഞാൻ ആ സമയത്ത് മുഴുവനായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ കടപ്പുറം ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ കല്യാണാലോചന വന്നു. ആ കല്യാണാലോചന വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടി. വിവാഹത്തോട് അന്നത്തെ കാര്യം നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രാപ്തിയുണ്ട്, ഒരു കുടുംബം പുലർത്താനുള്ള പ്രാപ്തി ഉണ്ടെന്നുള്ളൊരു ഉറപ്പില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു പേടിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുർബാനയുടെ സമയത്ത് എൻ്റെ ഈശോയോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈശോ, എനിക്ക് തരുന്നൊരു ജീവിത പങ്കാളി നീ ആഗ്രഹിക്കുന്നത് മാത്രം തരണം, നിൻ്റെ ഇഷ്ടത്തിനൊരു ജീവിത പങ്കാളി എനിക്ക് തന്നാൽ മതി എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ കുടുംബത്തിൽ എനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിച്ചത് എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാലും അപ്പനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ആങ്ങളയുണ്ട്. ആങ്ങള ഒരു ഭയങ്കര മുഴുവൻ മദ്യപാനിയാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്കാണ് അതിനെ എനിക്ക് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ശരിക്കും. അപ്പോൾ എൻ്റെ മാനസികമായിട്ടുള്ള നിലയൊക്കെ ആകപ്പാട് തകർന്ന് ഞാൻ ആകെ അസ്വസ്ഥനായ, ഒരു രാത്രി ഉറക്കമില്ല. ഈ ജീവിത പങ്കാളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുമ്പോൾ നല്ല വണ്ണമൊക്കെ ആയിരുന്നു. ഞാൻ ചെന്ന് പെണ്ണ് കാണുമ്പോഴത്തേക്ക് നല്ല വണ്ണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞ് കല്യാണത്തിന് വന്നപ്പോഴത്തേക്ക് ആ ആരോഗ്യമെല്ലാം പോയി, വെറും ആരോഗ്യമില്ലാത്തൊരു പെണ്ണ്. എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളൊരു ഇതിൽ ഞാൻ നടന്ന സമയത്ത് വീട്ടിൽ വന്ന്, അത് 87 സെപ്റ്റംബർ 7-ാം തീയതി എൻ്റെ കല്യാണം. അങ്ങനെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ചത്തെ പുതുക്കവും കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അതായത് ഒരു 22-ാം തീയതി 20-ാം തീയതി ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വികാരിയച്ഛൻ അയച്ചിട്ട് ഞങ്ങളുടെ കപ്പേര് സാർ വന്ന് ഞങ്ങൾ വിളിക്കുകയാണ്. ആൻ്റപ്പനും ഭാര്യ ധ്യാനം കൂടണം, 5 ദിവസത്തെ ധ്യാനമാണ്. അപ്പോൾ കരിസ്മാറ്റിക് ധ്യാനമാണെന്ന് എനിക്കറിയത്തില്ല. കരിസ്മാറ്റിക് ധ്യാനത്തോടൊക്കെ എനിക്കൊരു ആ സമയത്തൊരു അലർജിയാണ്. കാരണം നമ്മൾ കൊച്ചാണല്ലോ, നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് അപ്പം ഞാൻ ഈ അവസ്ഥയിലായതുകൊണ്ട് എനിക്കൊരു ഇതിനകത്തുനിന്നൊരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും അത് തന്നെയല്ല, ഞാൻ രാത്രി കിടക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ദുസ്വപ്നമൊക്കെ പോലെയൊക്കെ കാണും, ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെയല്ല, ഭാര്യ എനിക്ക് കാണുന്ന അരിശമായിരുന്നു. അത്രയ്ക്കും ഇവർക്കും കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് ആ ധ്യാനം വന്നപ്പോൾ ഞാനങ്ങോട്ട് ആ ധ്യാനം പോയി 5 ദിവസം കൂടി. 1987 സെപ്റ്റംബർ 22-നാണ് ഞങ്ങൾ ധ്യാനത്തിന് കയറുന്നത്. അപ്പോൾ 24 വരെയുള്ള തീയതികളിൽ നിന്നിട്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റമെന്ന് പറയാനായിട്ടില്ല. അപ്പോൾ തന്നെയല്ല, അന്നത്തെ ധ്യാനം കിഴക്കട വെച്ചാണ് ധ്യാനം നടത്തുന്നത്. ധ്യാനത്തിന് 50 പേരൊക്കെ കാണത്തുള്ളൂ, പക്ഷേ ഭയങ്കര അഭിഷേകമാണ് ആ ധ്യാനം. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ എന്നെ കർത്താവ് എന്നെ സഹായിക്കും, എന്നെ തൊടുമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ 4-ാം ദിവസത്തെ ആരാധന 3 മുതൽ 5 വരെയാണ്, 2 മണിക്കൂറത്തെ ആരാധനയാണ്. അപ്പോൾ ആരാധന സമയത്ത് ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോ, എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ ഈ ഭാഷാപരവും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ എന്ത് ഭാരപ്പെട്ടായിരിക്കണം. ഞാനൊരു അക്ഷരം മിണ്ടിയിട്ടില്ല അതിന് ശേഷം. അപ്പോൾ ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആരാധനയിലേക്ക് അങ്ങോട്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു സവിശേഷമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക അനുഭവം എന്നെ വന്ന് നിറയുകയും എൻ്റെ ആ ഉള്ള മുഴുവൻ ഭാരവും പോയി. ഞാനിങ്ങനെ സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് പറയുമ്പോഴൊക്കെ എനിക്ക് ആ സന്തോഷം വരുമെന്നുള്ളതാണ് ഇപ്പോഴും, ഈ 37 വർഷം കഴിയുമ്പോൾ. അപ്പം ഞാൻ ആ സന്തോഷത്തിലായിരുന്നുകൊണ്ട് ശേഷം ഞങ്ങൾ ഇവിടെ അപ്പോൾ ആ ഭയങ്കര സന്തോഷത്തിലായി. ഒരു ഭാഷാപരത്തിൻ്റെ അനുഭവമൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടി. അപ്പോൾ അത് ഇപ്പോഴും എനിക്കതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതിനുശേഷം ഞങ്ങൾ സാക്ഷ്യം പറയുമ്പോഴാണ് ആ ഒരു വലിയൊരു എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു ബോധ്യം എനിക്ക് വരണത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം, ഞാനിപ്പോൾ അനുഭവിക്കാൻ പറ്റാത്തൊരു സന്തോഷം എനിക്ക് കിട്ടിയത്? അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, നിസ്സാരമായിട്ട് ഇങ്ങനെ തമാശ പോലെ പറഞ്ഞൊരു വാക്യമാണ്, അതായത് എൻ്റെ മോനെ, നിനക്കത് സ്വർഗ്ഗത്തിൽ കിട്ടാൻ പോണ സന്തോഷത്തിൻ്റെ മണമാണെന്ന് പറയും. അപ്പം ഞാൻ ഈ സന്തോഷത്തിൻ്റെ നിറവിൽ നിന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എങ്കിൽ ഈ സ്വർഗ്ഗത്തിലെ സന്തോഷം എന്തായിരിക്കും, ഇത് മണവിതാണെങ്കിൽ. അന്ന് എനിക്ക് ആ സ്വർഗ്ഗത്തിൻ്റെ ഒരു ടച്ച് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാനിങ്ങോട്ട് എന്ത് ചെയ്താലും ഈ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട്, പരിശുദ്ധാത്മാവിലൊന്ന് ആയിട്ടും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെയ്യുന്നൊരു ശീലം എനിക്ക് അങ്ങനെ ഉണ്ടായി. കാരണം ഒരു കഴിവില്ലാത്തത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുടുംബത്തിൽ പ്രാരാബ്ധമായി, പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് അച്ഛമ്മ ജനിച്ചത്. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ കൊച്ചിന് സുഖമില്ല, അവൻ ഫിക്സൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്ന് ആ കാലയളവിൽ തന്നെ ജോലിയുടെയും ഭാര്യമാരുടെ അപ്പച്ചന് ശരിക്കും പറഞ്ഞാൽ സുഖമില്ല, അമ്മച്ചിക്ക് സുഖമില്ല. പിന്നെ അപ്പച്ചൻ്റെ പെങ്ങളുടെ 2 മക്കൾ ഇവിടെ ഉണ്ട്, അപ്പച്ചൻ്റെ ഒരു മൂത്ത പെങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്തം എൻ്റെ തോളിൽ നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ എന്ത് ചെയ്താലും അതെല്ലാം ഈ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടും ചെയ്യുന്നൊരു ശീലം ഉണ്ടായി. അങ്ങനെ ആ സമയത്തൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറായി നമ്മുടെ പള്ളിയിൽ. അപ്പോൾ ആ സമയത്ത് 2ാമത്തെ കൊച്ച് ജനിച്ചു, മാക്സിൻ ജനിച്ച്. അവനൊരു 8 മാസമോ 9 മാസമൊക്കെ ആയി കാണും.
ആ സമയത്ത് അവനും വരും. ഈ പനി വന്നാൽ അവൻ അപ്പം തന്നെ ഫിക്സ് ഉണ്ടാകും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഫിക്സ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞങ്ങളൊരു ധ്യാനം 5 ദിവസം ഞങ്ങൾ തന്നെ പ്രാർത്ഥന രൂപ ഒരു ധ്യാനം വെച്ചു. ആ ധ്യാനത്തിൽ ഞങ്ങൾ അതിൻ്റെ മുമ്പേ ദിവസമാണ് ഈ കൊച്ചിന് രാത്രി പനിയുണ്ടായിട്ട് ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞ് ഇതിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, കൊച്ചിൻ്റെ കണ്ണൊക്കെ മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് കൊച്ചിന് എന്തെങ്കിലും തക്കതായ ഒരു ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജ് രാവിലെ കൊണ്ടുവന്നവർ എഴുതി തന്നു വിട്ടു. പക്ഷേ എനിക്ക് ഈ ധ്യാനം തുടങ്ങുന്നത് കൊണ്ട് എനിക്ക് ഈ കൊച്ചിനെയും കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. തന്നെയുമല്ല, എനിക്ക് കർത്താവിൻ്റെ കാര്യം മാറ്റി വെച്ചിട്ട് എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തോ പരിശുദ്ധാത്മാവിനെ അന്നത്തെ എൻ്റെ ആ തീക്ഷ്ണത കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ നാളെ കൊച്ചിനെയും കൊണ്ട് ആശുപത്രി വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പ്രശ്നമായി, ഭാര്യ പ്രശ്നമായി. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലോട്ട് പോയി. അത് കഴിഞ്ഞ് അമ്മച്ചിയും കൊച്ചിനെയും കൊണ്ട് ഒരുക്കി നല്ല തീ പോലിരിക്കണ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ പള്ളി വാതിക്കെ വന്നപ്പോഴത്തേക്ക് ബേബിച്ചാനാണ് ധ്യാനിപ്പിക്കുന്നത്. അപ്പോൾ ബേബിച്ചാൻ എന്താണ് മോനെ കൊച്ചിനെ ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നത്? അപ്പോൾ ബേബിച്ചാനെ അറിയാൻ ഞങ്ങളെ. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ആ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചിരുമ്പോൾ മോള് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഈ ധ്യാനത്തിലോട്ട് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങളും മറന്നുപോയി. ഒരു 11 മണി ആയപ്പോഴത്തേക്ക് അമ്മച്ചിയും വൈഫും കൂടെ കൊച്ചിനെയും കൊണ്ട് തിരിച്ചു വരുന്നു. എന്നെ കാണുന്നു. ഞാനിങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവരൊന്നും ചെയ്തില്ല. ഒരു ഗുളികയാണ് തന്നത്, എന്തെങ്കിലും കൊണ്ടേ കൊണ്ടുവന്നാന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ചെല്ലാതിരുന്നത് കൊണ്ട് എന്തോ ചികിത്സ കിട്ടിയില്ലെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ചക്കൊന്ന് വന്ന് നോക്കിയപ്പോൾ കൊച്ച് കളിക്കുന്ന കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കണ്ടത് അന്ന് ഞാൻ കർത്താവിൻ്റെ കാര്യത്തിന് വില കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ രോഗം പൂർണ്ണമായിട്ട് നിർത്തി. ഇന്നിപ്പോൾ 34 വയസ്സുണ്ട്, ഇതുവരെയും അങ്ങനെ ഒരു പനി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഒരു അടയാളം കുടുംബത്തിൽ കർത്താവ് തന്നതുകൊണ്ട് പിന്നെ എനിക്ക് കർത്താവിൻ്റെ കാര്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും കുടുംബത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ആദ്യകാലത്ത്. അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നപ്പോഴത്തേക്ക് അവരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ വളരെ ശോകമാണ്. ശരിക്കും നമുക്ക് പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഈ അധ്വാനം കണ്ട് നമ്മളുടെ കൂടെ തന്നെ സഹകരിക്കുന്ന സോണൽ സർവീസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരാളിനൊരു വർക്ക്ഷോപ്പുണ്ട്. അതൊരു തടി വർക്ക്ഷോപ്പാണ്, ഒരു വലിയൊരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ബലമായിട്ട് വിളിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ജോലിക്ക് ഏൽപ്പിച്ചു. അപ്പോൾ അത് അന്നത്തെ കാലത്തൊരു മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റും അതുമേ കറങ്ങുന്നൊരു സാധനവും അതിന് ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ, വേറെ ഒരു സേഫ്റ്റി ഒന്നും ഇല്ല. പക്ഷേ ഞാനതെല്ലാം ചെന്ന് ചെയ്ത് നോക്കിയാൽ, ഞാനിങ്ങനെ എല്ലാം ചെയ്തിങ്ങനെ നോക്കും, പരിശുദ്ധമാവ് എങ്ങനെ പോയാൽ ഇങ്ങനെയാകും. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ആൾക്കാർ ചെയ്യാൻ പറ്റാത്ത ഡിസൈനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പള്ളിയിൽ വന്നിരുന്ന് ചിലപ്പോൾ കർത്താവിനോട് പറയും, എൻ്റെ ഈശോയെ മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യിച്ചാൽ എന്താണ്, ഞാൻ നിൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാനവിടെ ഇങ്ങനെ കണ്ണുടച്ചിരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യം എനിക്ക് നിർദ്ദേശം കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജോലി പഠിച്ചത്. പിന്നെ ഈ കടച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത് ഒരു ദിവസം ഒരു രാത്രി കൊണ്ടാണ് പഠിക്കണത്. അപ്പോൾ അതും ഞാനിങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ആരും ചെയ്യാനില്ലാതെ വന്നു. അങ്ങനെ ഞാൻ എടുക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനെ ഇത് ചെയ്ത് തന്നില്ലേ നാളെ പണി മുടങ്ങിപ്പോകും, അതിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ന് പറഞ്ഞു, ഞാൻ ചേട്ടൻ രാവിലെ വാ, ഞാൻ ചെയ്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വന്ന് കുളിച്ച് ഞാൻ പള്ളിയിൽ കയറി വിശുദ്ധ കുർബാന സന്നിധിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഇതെനിക്ക് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞിട്ട് പോയി. ഞാനവിടെ ചെന്ന് പ്രാർത്ഥനയോടെ തുടങ്ങി. അത് ഒരു 2 മണി രാത്രി ആയപ്പോഴത്തേക്കും അത് തീർത്ത് ഞാൻ ഭംഗിയായിട്ട് വെച്ചിട്ട് ആ പണിയും പഠിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിലെ ഗായക സംഘം ഇല്ലാതെ വന്നു. അപ്പോൾ എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. ഞാൻ അറിയാതെ കയറി ഒരു പാടി അങ്ങനെ പാട്ടുകാരനായിട്ട് ഇങ്ങനെ അറിയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിരുനാളൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വലിയ കുർബാനയൊക്കെ ചൊല്ലണ്ടേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല, ഈ ABCD ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ നീ എന്നെ ഇതിൻ്റെ നേതാവാക്കിയെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയല്ല ചെയ്യണത്, അപ്പോൾ അതുകൊണ്ട് എന്നെ കൂടെ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചതാ എന്നും പറഞ്ഞ് ഞാൻ ഒരു സുപ്രഭാതത്തിലൊരു കീബോർഡൊക്കെ എടുത്ത് വെച്ച് ഞാൻ തനിയെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലെനിക്ക് മറ്റാരും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കീബോർഡ് വായിക്കാനും പാട്ട് പാടാനും പാട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കാനും, അത്യാവശ്യം ചില സമയത്തൊക്കെ ഒരു പാട്ടില്ലെങ്കിൽ അവർ പറയും ആൻ്റപ്പൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് വൈകുന്നേരം കുർബാന തീരുമ്പോൾ പാട്ടും കൊണ്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അതും എനിക്കൊരു വരവായിട്ട് കിട്ടിയതാണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഞാൻ ഈ കരിസ്മാരിൻ്റെ ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്ക് സബ് സോണിൻ്റെ ചുമതല എനിക്ക് വന്നു. അതിനുശേഷം സോണിലേക്ക് വന്നപ്പോഴത്തേക്ക് 2 ടൈം എനിക്ക് കർത്താവ് ആ സോണിൻ്റെ സർവീസ് ടീമിൻ്റെ കോർഡിനേറ്റർ ആകാനായിട്ടുള്ള ഒരു വലിയൊരു അവസരം തന്നു. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്നെ സഹായിച്ചത് എൻ്റെ ഈ ജീവിത മേഖലയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ട്രാക്ക് തെറ്റാതിരിക്കാൻ എന്നെ ഒരു സഹോദരൻ എപ്പോഴും സഹായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ നവീകരണത്തിൽ വളർന്നു വന്നപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം ഞാനിങ്ങനെ ചോദിക്കും. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് അങ്ങോട്ട് ഹൃദയത്തിൽ കയറ്റും. എന്നിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെ പോവും. ഗാർഹിക സഭ എന്ന കുടുംബത്തിൻ്റെ അപ്പസ്തലനാണെന്നുള്ളൊരു അവബോധം ഇതിനിടയിലൊക്കെ എനിക്ക്
ഈ ശുശ്രൂഷകളുടെ കടന്നു പോയപ്പോൾ എനിക്ക് കിട്ടി. നമ്മുടെ സഹോദരൻ ആന്റണിയുടെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആ കുടുംബത്തെ ഒരുമിച്ച് പരിചയപ്പെടാം. മകൾ മാത്രം ഇവിടെ ഇല്ല, ബാക്കി എല്ലാവരും പരിചയപ്പെടാം നമുക്ക്. ഇതെൻ്റെ ഭാര്യ ത്രേസ്യാമ്മ. പുന്നപ്രയിലാണ് വീട്. ഇത് മൂത്ത മകൻ ഫാദർ ഇമ്മാനുവൽ OSA സഭാംഗമാണ്. 8 വർഷമായി. അദ്ദേഹം ഇപ്പോൾ UK പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ മകൻ മാക്സ്വിൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു. ഇത് മരുമോള് മേരി ജാസ്മിൻ. ഇപ്പോൾ KVM നേഴ്സിങ്ങിന് പഠിക്കുന്നു. ഇതവരുടെ മകൻ മാർസലിനോ. ഇത് മൂന്നാമത്തെ മകൻ അലക്സ്. അദ്ദേഹം ഇപ്പോൾ ലിയോ 13 സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഇത് മരുമോള് അനുമോളെന്ന് ഞങ്ങൾ വിളിക്കും. ഇതവരുടെ കുഞ്ഞുവാവ ആമിക്കുട്ടി. പിന്നെ ഒരു കൊച്ചുകൂടെ ഉണ്ട്, മകള്. മകളും മരുമകനും ഇപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ആൻസിമോളും മെയ്സനും. ഇതാണ് ഞങ്ങളുടെ കുടുംബം. അച്ചോ, മൂത്ത മകൻ എന്ന നിലയിലും മറ്റുള്ളവരെ റെപ്രസെൻ്റ് ചെയ്ത് മാതാപിതാക്കളെ കുറിച്ച് എന്ത് പറയുന്നു? പ്രത്യേകിച്ച് ആന്റണിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന്? എനിക്ക് എൻ്റെ അപ്പാനെ അമ്മച്ചനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, എൻ്റെ വൈദിക ജീവിതത്തിലേക്കുള്ള ദൈവവിളിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു പ്രചോദനമായിട്ട് ഉണ്ടായിരുന്നത് അപ്പച്ചനും അമ്മച്ചിയുമാണ്. അതിനൊരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സെമിനാരിൽ ചേരുന്നതിന് മുമ്പായിട്ട് സെമിനാരിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ മാതാപിതാക്കളാണ് പറഞ്ഞത്, അപ്പായ അമ്മച്ച പറയുന്നത്, നിനക്ക് ഏത് ജീവിതത്തിലേക്ക് പ്രവേശിക്കണമോ അത് നീ ദൈവവചനം എടുത്ത് വായിച്ചുകൊണ്ട് പ്രവേശിക്കണം. അപ്പോൾ എനിക്ക് തിരുവചനം വായിച്ചപ്പോൾ കിട്ടിയ ഒരു വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 2ാം അധ്യായം 1-ാമത്തെ തിരുവചനമായിരുന്നു. അതിൽ കർത്താവ് പറയുകയാണ്, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നുവെങ്കിൽ പ്രലോഭനങ്ങൾ നേരിടുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ഒരു വചനം കേട്ട ആ പ്രചോദനത്തിലാണ് എനിക്ക് ഉറപ്പായത് എൻ്റെ ജീവിതം അത് കർത്താവിനുള്ളതാണെന്നുള്ളൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് കിട്ടിയത് മാതാപിതാക്കളുടെയാണ്. ഈ വൈദിക ജീവിതത്തിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ എനിക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് ഉള്ളൊരവസരം ഉണ്ടായി. ആ സമയത്തൊക്കെ എന്നെ ഒത്തിരിയേറെ ആ പ്രതിസന്ധി അതിജീവിക്കാനും ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ട് അതിനെ നേരിടാനും അതിജീവിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കരുത്ത് തന്നത് അപ്പായുടെ വാക്കുകളും അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ പ്രാർത്ഥനയും എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ ഇപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും, അനിയത്തി പുറത്താണ്,
അപ്പോൾ അവരുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയൊക്കെയാണ് എനിക്ക് ഒരു ശക്തിയായിട്ട് ഇതുവരെ ഉണ്ടായിരുന്നത്. ഈശോയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്ന 2 വ്യക്തിത്വങ്ങളായിരുന്നു അപ്പായും അമ്മച്ചിയും. അത് ഇന്നും അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുകയാണ്. ദൈവം ഞങ്ങളെല്ലാവരും ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നു, വഴി നടത്തുന്നു. അതിന് കർത്താവിന് ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞു പ്രായം പോലെ അപ്പ ആദ്യം മത്സ്യത്തൊഴിലാളി ആയിരുന്ന സമയത്ത് മുതൽ തന്നെ അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ അപ്പോൾ അപ്പയുടെ കൂട്ടത്തിലുള്ള വേറെ ഫ്രണ്ട്സ് വരെ എല്ലാവരും കൂടിയൊക്കെ ധ്യാനത്തിന് പോവുകയാണെങ്കിൽ അപ്പ ഈ ഒരു ദൈവിക ഒരു ഇതിലേക്ക് വന്നത്. പക്ഷെ അതിനുശേഷം അപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അതിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് പോയെങ്കിലും അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് 100% ആയിട്ട് ഇപ്പോഴും അത് നിലനിർത്തിപ്പോരുന്നുണ്ട്. കാര്യം ഈ കുർബാനയ്ക്ക് പോണ കാര്യമാണെങ്കിൽ പോലും ഒരു ദിവസം പോലും അപ്പം ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും ദിവ്യബലി മുടക്കിയിട്ടില്ല. എല്ലാ കാര്യവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അല്ല ദൈവം അറിയാതെ ഒരു കാര്യവും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ നടക്കത്തില്ല എന്നുള്ളൊരു ബോധ്യം അത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പായിൽ നിന്ന് അമ്മച്ചിൽ നിന്നാണ്. കാര്യം ആ പ്രാർത്ഥന എന്ത് വന്നാലും അത് പറഞ്ഞത് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ അപ്പം അത് എല്ലാം ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ദൈവം എന്തോ ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയോടെ എല്ലാത്തിനും നേരിടുക. അത് പക്ഷേ അപ്പാടെ ചിന്താഗതി എല്ലാം ശരിയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓമനപ്പുഴയിൽ ആൻ്റപ്പൻ ചേട്ടൻ്റെ ഇളയ മരുമകളാണെന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമാണ്, അതിലുപരി അഭിമാനമാണ്. അപ്പായെ പറ്റി പറയുവാണെങ്കിൽ രാവിലെ ഞാനിവിടെ വന്നിട്ട് ഇപ്പം 4 വർഷമാണ്. ആ 4 വർഷത്തിൽ ഒരു ദിവസം പോലും രാവിലത്തെ കുർബാന മുടക്കിയിട്ടില്ല. അതാണ് എന്നെ ഒത്തിരി അതിശയിപ്പിച്ചത്. ഇപ്പം അപ്പ പനിയായിട്ട് കിടക്കുവാണെങ്കിൽ പോലും 6 മണിയെന്നുണ്ടെങ്കിൽ അവിടെ പള്ളിയിലെത്തിയിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് ഒരു വിഷമം വരുവാണെങ്കിൽ അപ്പയോട് ഒത്തിരി സംസാരിച്ചാൽ ഒത്തിരി പ്രാർത്ഥന, കുറേ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുന്ന അഡ്വൈസ് തരും. അപ്പം അതനുസരിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കരിസ്മാറ്റിക് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് സഹോദരൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? സോണൽ സർവീസ് ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് 2 ടൈം ഏതാണ്ട് 4-5 വർഷത്തോളം എനിക്ക് സേവനം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ കാലയളവിലൊക്കെ നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പും കപ്പിൾസ് മിനിസ്ട്രി അങ്ങനെയുള്ള നമ്മളുടെ കുടുംബ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ നേതൃത്വം കൊടുത്തുകൊണ്ട് മിനിസ്ട്രികളൊക്കെ രൂപീകരിക്കാനായിട്ടൊക്കെ ആ കാലയളവിലൊക്കെ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ധാരാളം ശുശ്രൂഷകർ നമ്മളുടെ ആലപ്പുഴ പ്രദേശത്തുണ്ടായി. അതിനുശേഷം പിന്നെ നമ്മൾ ആ സോണൽ സർവീസ് ടീമിൻ്റെ വളർച്ചയിൽ നിന്ന് പിന്നെ കേരള സർവീസ് ടീമിൻ്റെ കെറിഗ്മ മിനിസ്ട്രിയിൽ ഒരു 7 വർഷത്തോളം അവിടുത്തെ ഓൾ കേരള സർവീസ് ടീമിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ടൊരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു. അപ്പോൾ അതായത് നമ്മുടെ ഈ കാലയളവിലെ ഒരു കുറച്ചുകൂടെ വളർന്ന് അവിടെ ചെന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ കേരളത്തിൻ്റെ പലയിടങ്ങളിലുമൊക്കെ പോയി ആ മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റിയെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ ശരിക്കും നമ്മളെ പരിശുദ്ധാത്മാവ് നയിച്ചൊരു സാഹചര്യമായിരുന്നു ഞാൻ വിശ്വസിക്കാൻ. ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഏതെങ്കിലും തങ്ങി നിൽക്കുന്ന ഓർമ്മകളുള്ള ഏതെങ്കിലും സംഭവങ്ങൾ പറയാമോ? തങ്ങി നിൽക്കുന്ന ഓർമ്മകളുള്ളത് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എങ്കിലും ഞങ്ങൾ ഒരു കാലത്ത് ഒരു യൂത്തിൻ്റെ ധ്യാനം നടത്തി. അപ്പോൾ ധ്യാനം നടത്തിയപ്പോഴത്തേക്ക് ഞങ്ങളതിൻ്റെ അന്ന് യൂത്ത് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. യൂത്ത് സർവീസിന് ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്ക് ധ്യാനത്തിൽ 12,000-ഓളം പേര് നല്ല ഭംഗിയായിട്ട് ധ്യാനം നടത്തിയപ്പോൾ അതിനകത്ത് ഒരിച്ചിരി പൈസ കടം വന്നു. പക്ഷെ ഒരു വലിയ കാര്യമല്ല. 265 രൂപ ആ സമയത്ത് ഒരു കടം വന്നിട്ട് ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങുമ്പോൾ ഒരു അമ്മച്ചി കൊണ്ടുവന്നൊരു പൊതി തന്നിൻ്റെ മോനെ എൻ്റെ സ്തോത്രക്കാഴ്ച ഞാൻ എടുത്ത് മറന്നു പോയായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ കൂട്ടി വെച്ചിരുന്ന പൈസ കൊണ്ടുവന്നു. അത് എണ്ണി നോക്കിയപ്പോൾ 265 രൂപ ഉണ്ടായിരുന്നു പറയുമ്പോൾ അത് ശരിക്കും നമ്മളെ ഒത്തിരി നമ്മുടെ ഹൃദയത്തിൽ വലിയ ആനന്ദം തന്നൊരു കാര്യമായിരുന്നു അത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇടവകാ തലത്തിൽ നമ്മളിപ്പോൾ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇടവകയിലുമൊക്കെ നമുക്ക് ഈ കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് കുടുംബാംഗത്തെ പോലെ സ്വീകരിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ളൊരു വളരെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാര്യമാണ്. ആൻ്റപ്പൻ, ഇത്രയും സമയം നിങ്ങളോടുകൂടി ആയിരിക്കാൻ സാധിച്ചത് ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഒരു നല്ല കുടുംബത്തിൻ്റെ ജീവചരിത്രവും അതിനേക്കാൾ ഉപരിയായി ഒരു കരിസ്മാറ്റിക് ലീഡറിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതിലും നിങ്ങളോടൊത്ത് ആയിരിക്കാൻ സാധിച്ചതിന് പ്രത്യേകം കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിതുവരെ ആൻ്റപ്പൻ്റെ കുടുംബത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കളുടെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. ഇത് നമ്മൾക്ക് വളരെയധികം പ്രചോദനമാകുമെന്ന് ഞാൻ കരുതുകയാണ്. പല കുടുംബങ്ങളിലും ഇന്ന് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനോ പോലും സമയമില്ലാത്ത കാലത്ത് മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരേ അഭിപ്രായത്തിലായിരിക്കുന്നവർ, സഹോദരർ ഒരു ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അവിടെയാണ് കർത്താവിൻ്റെ അനന്തമായ ജീവനും അനുഗ്രഹവും വർഷിക്കുന്നത് എന്നുള്ള വചനം സാർത്ഥകമാകത്തക്ക രീതിയിലൊരു കുടുംബത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ നമുക്ക് കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.